ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു നോൺ വെജ് റെസിപ്പിയാണ്. ചെയ്യാൻ പോകുന്ന റെസിപ്പിയെക്കുറിച്ച് ഇവിടെ ചർച്ചയില്ല. പക്ഷേ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് അമ്മമാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാര്യം. എന്നാണെന്നറിയാവോ? ശരിക്കും പറഞ്ഞാൽ പരീക്ഷ അടുത്ത് വരികയാണ്. അതിൻ്റെ ഒരു ചൂട് ശരിക്കും പറഞ്ഞാൽ എല്ലാ വീടുകളിലും ഉണ്ടാവും. പക്ഷേ പഠിത്തം കഴിഞ്ഞ് വലിയ കുട്ടികളൊക്കെ ആയടുത്ത് അത്രയും ഉണ്ടാവില്ല. എന്നാലും നമ്മുടെ വശത്തു നിന്ന് ഒരു അപ്പൻ്റെ അമ്മയുടെയും ഒരു കടമയുണ്ട്. അവരെ എന്നാ പറയുക, സ്വന്തമായിട്ട് പറക്കുന്നിടം വരെ അവരെ ഒന്ന് തള്ളി വിടുക എന്നുള്ളത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ഉത്തരവാദിത്വമാണ്. അതുപോലെ ഇപ്പോൾ പരീക്ഷ സമയത്തും നമ്മളാൽ കഴിയുന്ന പോലെ മാക്സിമം എഫേർട്ട് അവർക്ക് കൊടുക്കുക. അതായത് പഠിക്കാൻ ഒരു 10 പ്രാവശ്യം ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്നെ പോലെ തന്നെ 10 പ്രാവശ്യം അവരെ നോക്കി ഒന്ന് അലയ്ക്കുക. ബുക്കടാ, പഠിക്കടാ, TV ഓഫ് ചെയ്യടാ, ഫോൺ ഓഫ് ചെയ്യടാ, എന്തുവാടാ ഏത് സമയം ഇത് തന്നെയുള്ളോ എന്നൊക്കെ ചോദിച്ചൊരു 10 വർത്താനെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ശല്യം പഠിച്ചേക്കാമെന്നെങ്കിലും തോന്നിയേച്ചാൽ ഇച്ചിരിയെങ്കിലും ഒന്ന് വായിച്ച് ചിലപ്പോൾ ആ വായിക്കുന്നതായിരിക്കും രക്ഷപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഒരു 2 മാസം എല്ലാ അമ്മമാർക്കും എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു റെസിപ്പിയാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇച്ചിരി ഫുൾ പ്രഷറൈസേഷൻ കയറി ടെൻഷൻ കയറിയൊക്കെ ഇരിക്കുന്ന എല്ലാ വീടുകളിലേക്കും ഒരു ഇച്ചിരി സ്പൈസിനെസ്സും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പെപ്പർ ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. പെപ്പർ ചിക്കൻ ചെയ്യുന്നത് ഒന്ന് ചുമ്മാ ആസ് ഫണി നമ്മൾ ഇച്ചിരി സ്പൈസ് കൂട്ടാനാന്ന് പറഞ്ഞത്. പക്ഷേ ഏറ്റവും എളുപ്പത്തിലൊരു ജോലി തീർക്കണം, എന്നാലേ കൊച്ചുങ്ങളുടെ കൂടെ ഇരിക്കാനൊക്കത്തില്ല. നമ്മൾ എന്നാന്നറിയോ, ഒരു മാഗസിൻ വായിച്ചുകൊണ്ടിരുന്നാൽ പോലും പിള്ളേരുടെ അടുക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്കൊരു കോൺഫിഡൻ്റ് ഉണ്ട്. അതൊരു സൈക്കോ ആണ്. നമുക്ക് എന്താ പറയുക, അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്തുണ്ടല്ലോ, അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടല്ലോ, എന്നാൽ ഞാൻ പഠിക്കാം. നമ്മൾ ഇച്ചിരി ഒന്ന് അടുക്കളയിലോട്ടോ അല്ലെങ്കിൽ മുൻവശത്തോട്ടോ ഒക്കെ ഒന്ന് മാറി നോക്കി അന്നേരം കസാരയിൽ നിന്ന് എണീക്കും. ഇതെല്ലാ വീടുകളിലും ഉള്ളതാണ്. അതുകൊണ്ട് എന്നാ ചെയ്യണം, എത്രയും വേഗം ജോലി തീർത്തേച്ച് ഓടി വന്ന് ഈ 2 മാസം പിള്ളേരുടെ കൂട്ടത്തിരിക്കുക. അവധി തുടങ്ങി കഴിഞ്ഞാൽ അവന്മാരെ ഇങ്ങോട്ട് വിളിക്കണം, എടാ ഒന്ന് 5 മിനിറ്റ് ഇരുന്നേച്ച് പോയിട്ടാ കളിക്കാനെന്നൊക്കെ പറഞ്ഞേച്ച്. ഈ സമയത്ത് ഇരുത്താനൊക്കത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം ജോലി കുറച്ചേച്ച് നമ്മൾ പിള്ളേരോട് ഇരിക്കുക. അതിന് വേണ്ടി എളുപ്പമായിട്ട് ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ പെപ്പർ ചിക്കൻ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയ സാധനം ഫസ്റ്റ് കാണാൻ തന്നെ കറിവേപ്പില വെച്ചു. പക്ഷെ അതെന്തായാലും വേണമെന്നുള്ള അറിയാം. കുറച്ച് ടൊമാറ്റോ, പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് സവാള ഉണ്ട്, കുറച്ച് ചെറിയ ഉള്ളിയുണ്ട്, കുറച്ച് ഇഞ്ചി പേസ്റ്റ് ആക്കിയത്, വെളുത്തുള്ളി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, ഇച്ചിരി കുരുമുളക് പൊടി, കുറച്ച് പച്ചമുളക്. ഇത് ബോൺലെസ് ചിക്കനാണ്, മസ്റ്റൊന്നുമല്ല, എല്ലോട് കൂടിയാണേലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനം വേണ്ട. ഇത് ഉണ്ടാക്കുന്നതാണെങ്കിൽ വെളിച്ചെണ്ണയെ തന്നെ ഉണ്ടാക്കാവുള്ളൂ. അതല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ഒക്കുകയില്ല, അതെനിക്ക് ഹെൽത്ത് പ്രോബ്ലം ഇതാന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുവാന്നേൽ നമുക്ക് വെജിറ്റബിൾ ഓയിലും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ടേസ്റ്റ് ഒരു ഇച്ചിരി കൂടുന്നത് നമ്മുടെ വെളിച്ചെണ്ണയെ തന്നെയാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ, വെളിച്ചെണ്ണ ഒഴിച്ചേച്ച് കുറച്ച് ചെറിയ ഉള്ളി ഇതിനകത്തോട്ട് ഇടുക. ചെറിയ ഉള്ളി ഏറ്റവും കൂടുതൽ ഇടുന്നതാണ് ഇതിന് ഏറ്റവും കൂടുതൽ സ്വാദുണ്ടാവുക. ചെറിയ ഉള്ളിയുടെ കൂടെ ഇന്നിപ്പോൾ ഇച്ചിരി ഫ്രഷ് കറിവേപ്പിലയാണ് കിട്ടിയേക്കുന്നത്. നേരെ ഒരു ഇച്ചിരി ഓരോ തണ്ട് വീതം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. ഏറ്റവും പ്രയാസമായിട്ടുള്ളൊരു കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ഉള്ളി നല്ലോണം ബ്രൗൺ ആവണം. പെപ്പർ ചിക്കന് ഉള്ളി നല്ല അസലായിട്ട് ബ്രൗൺ ആവണം. ഇത് മാത്രമല്ല, നമ്മുടെ സവാളയും ഇതിനകത്ത് ഇടുന്നത് നല്ല അസലായിട്ട് ബ്രൗൺ ആവണം. ബ്രൗൺ ആവാൻ എല്ലാവർക്കും അറിയാം. ഇപ്പം ഞാൻ ഇനിയിപ്പോൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇച്ചിരി ഉപ്പിടണം. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വഴന്ന് വരാൻ എളുപ്പമാണ്. ഒരു ഇച്ചിരി ഉപ്പിങ്ങനെ ഇടുക. എപ്പോഴും ശ്രദ്ധിച്ചോളുക, നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്രേവിക്കുള്ള ഉപ്പ് ശ്രദ്ധിച്ചോണം. ഇതിപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇടുക. കാര്യം എന്നാന്ന് വെച്ചാൽ അതൊരു ഇച്ചിരി നല്ലോണം മൂത്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും.
ഇതൊരു ഇച്ചിരി നല്ലതായിട്ട് മൂക്കട്ടെ. നല്ലതായിട്ട് മൂക്കാന്ന് പറഞ്ഞാൽ ചുമ്മാ വാടി വരുന്ന ഒരു മൂക്കലല്ല, നല്ല അസലായിട്ട് മൂക്കട്ടെ എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ ബിരിയാണിക്കൊക്കെ വറുത്ത് പോരുകയല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല അസൽ ബ്രൗൺ ആവണം. എന്നാൽ മാത്രമേ ആ എന്താ പറയുക പെപ്പർ ചിക്കൻ ആ ഒരു കളറ് കിട്ടത്തുള്ളൂ, ആ ഒരു ടേസ്റ്റും വരത്തുള്ളൂ. ഇത് ബ്രൗൺ ആക്കിയതിന് ശേഷം വേറെ പണിയുണ്ട്. എന്നാന്നോ, നമുക്ക് ആ സവാള ഒന്ന് ശരിക്കും അതേപോലെ നേരത്തെ പോലെ ബ്രൗൺ ആക്കണ്ട, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി വഴന്നു വരണം. ഈ ബ്രൗൺ ആക്കുക എന്ന് പറയുന്നത് ഒരു എളുപ്പമുള്ള ഒരു കാര്യമല്ല, ഒരു ഇച്ചിരി സമയം എടുക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആ സവാള ഇടുക. ഇതേപോലെ സവാളയും ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂക്കണം. ഇനി ഞാൻ ഉപ്പിടുകയല്ല, കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ ഉപ്പിട്ടതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നാ സവാളയിലും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഉപ്പ് കൂടുകയോ കുറയോ എന്നതേലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നാ എടുക്കും അല്ലേ. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഇച്ചിരി പച്ചമുളക് ഇടാം, എരിവ് അനുസരിച്ച്. കൂട്ടരുത്, പച്ചമുളകും നമ്മുടെ കുരുമുളകിൻ്റെയും എരിവാണ് ഇതിനകത്തുള്ളത്, അന്നേരം കൂട്ടിയേക്കല്ലേ. ചെറിയ ഉള്ളിയിലൂടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടായിരുന്നു, വലിയ ഉള്ളിയിലൂടെ പച്ചമുളകാണ് ഇട്ടേക്കുന്നത്. അതിനെ ഒരു ഇച്ചിരി നല്ലതായിട്ടൊന്ന് മൂക്കണം. ഒരു ഇച്ചിരി എളുപ്പത്തിൽ ജോലി തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്നാ നേരമുള്ള പണിയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അല്ലേ. പക്ഷെ അത്ര ഒന്നും ഇല്ല, ഒരു ഇച്ചിരി സമയം വരുവുള്ളൂ. ഈ സമയം ഉണ്ടാക്കുന്ന സമയം നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാവുന്നതേ ഉള്ളൂ, ചപ്പാത്തി പരത്താവുന്നതേ ഉള്ളൂ. ആ സമയം കൊണ്ട് ഇതാവേ. ഇതിൻ്റെ കൂടെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇടുക. കറിവേപ്പിലയും കൂടി ഇടുമ്പോഴത്തേനും ഒരു നല്ല മണമാണ് വരുന്നത്. അവസാനം നമ്മൾ ഭക്ഷണം കഴിക്കാൻ നേരം എല്ലാവരും പറയും, ഞാൻ എന്നതേലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ പറയും, ഇതിപ്പോൾ അവളായിരിക്കും ഉണ്ടാക്കിയേക്കുന്നത്, ആദ്യം കറിവേപ്പില എടുത്ത് മാറ്റിയേച്ച് കഴിക്കാമെന്ന് പറയും. അതിനും വേണ്ടി ഇടും. എന്നെ അറിയാൻ മേല, അതങ്ങനെ ഇട്ട് പോകുന്നതാ. ഇതൊരു ഇച്ചിരി വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് പൊടിയെല്ലാം ചേർക്കാം. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതായത് നമ്മൾ ചിക്കൻ എന്തോരം ഉണ്ടോ അത് കണക്കാക്കി ഇട്ടേച്ചാൽ മതിയേ. മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂൺ 1 കിലോയ്ക്ക് ഇടാം. കുറവാന്നേൽ അത് കണക്കാക്കിട്ടോ. ഇച്ചിരി ഗരം മസാല, അതിൻ്റെ കൂട്ടത്തിൽ ഒരു നല്ലൊരു സ്പൂണ് കുരുമുളക് പൊടി. പൊടിയെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ഇടാം. ഒരു ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഒരു കറിയായത്. സ്പൈസി ആവുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. അത് ഒത്തിരി ആക്കണം എന്നുണ്ടെങ്കിൽ കുരുമുളകും പച്ചമുളകും ചേർക്കുന്ന പോലെ ഇരിക്കും. ഇതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ചേർത്തു. നേരത്തെ ഇച്ചിരി ഉപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ഇച്ചിരി ഉപ്പൂടെ. ആ ചിക്കനേലും ഒന്ന് പിടിക്കണ്ടേ. ഈ ടൊമാറ്റോ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പം ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ പൂർണ്ണമായിട്ട് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ഇച്ചിരി വിനീഗർ ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഇച്ചിരി നാരങ്ങാപ്പുളി ഒഴിച്ചേച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഒക്കുന്നില്ല, നമ്മുടെ രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞി തക്കാളി അരിഞ്ഞിട്ടേച്ചാൽ മതിയേ. ഇതിപ്പോൾ എനിക്കിതിൻ്റെ ഒരു പകുതി മതിയാവും. ചിലർക്ക് പെപ്പർ ഫ്രൈക്കകത്ത് തക്കാളി കിടക്കുന്നതൊക്കെ ഇഷ്ടമാണ്. ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണേ. പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് ഈ പറഞ്ഞ പോലെ പെപ്പർ ഒരു ഇച്ചിരി മുന്നേ നിൽക്കണം. ചതച്ചത് ഇടുവാന്നേലുണ്ടല്ലോ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടേച്ച്
മസാലയൊക്കെ നല്ല അസലായിട്ട് അതിനകത്ത് പിടിച്ചേക്കുക. ഇനി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് ഇനി ആ ചിക്കനെ നിന്നും വരുന്ന ആ വെള്ളം കൊണ്ട് വേണം നമ്മുടെ ഈ ചിക്കൻ ഒന്ന് വേവാനായിട്ട്. അതുവരെ നമുക്കിതൊന്ന് അടച്ചിടാം. ഇത് വേണമെങ്കിൽ കുക്കറിൽ ഇടാം. കുക്കറിലിട്ട് ഒറ്റ വിസിലെടുത്തേച്ചാൽ മതി. എന്നുവെച്ച് തിരിച്ച് പാനിലിട്ടിട്ട് അതൊന്ന് നല്ലോണം മുരിച്ചെടുത്താൽ മതി. ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ ഗ്രേവി ആക്കാം. നല്ല ഗ്രേവിയോ വേണം എന്നുണ്ടെങ്കിൽ ഇത്രയും ഉള്ളി പോരാ, ഇച്ചിരി കൂടി ഉള്ളിയൊക്കെ അരിഞ്ഞ് നല്ലോണം മുരിച്ചെടുത്തേച്ചാൽ മതി. ഇപ്പം ഞാൻ 1/2 കിലോ മേടിക്കുന്നതെങ്കിൽ 10 ചെറിയ ഉള്ളിക്ക് പകരം ഒരു 20 എണ്ണം, 2 സവാള, 2 ടൊമാറ്റോ അങ്ങനെ ചെയ്തേച്ചാൽ മതി. അപ്പോൾ ഇച്ചിരി കൂടി ഗ്രേവി കിട്ടും. അങ്ങനെ ഗ്രേവി വേണ്ടിയവരിങ്ങനെ ഈ ചിക്കനെ പെരണ്ട് വരുന്ന അങ്ങനത്തെ ഗ്രേവി ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ചെയ്താൽ മതി. ഡ്രൈ ആയിട്ട് കഴിക്കുവാന്നേൽ ഇപ്പം ഞാൻ ചെയ്ത കൂട്ട് തന്നെ ചെയ്തേച്ചാൽ മതി. അപ്പം നല്ല ഡ്രൈ ആയിരിക്കും.